ഹലോ, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു വർക്കാണ്. അതിൽ നമ്മൾ ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കൈ നോക്കണതാണ്. ആദ്യം നമ്മൾ എഡിറ്റിൽ പോയിട്ട് നമ്മൾ പ്രിഫറൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ചിൽ DYNA നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സ്കൈ ഡൈനാമിക് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം സേവ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് താഴെ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യണം. സേവ് പ്രിഫറൻസ് എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ N പ്രസ് ചെയ്യുക. N പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് ബാർ വരും, കയറി വരും. ഈ സൈഡ് ബാറിൽ ആദ്യം നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൈഡിൽ വേൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മറ്റേ ഒരു മോഡിഫിക്കേഷൻ്റെ കുറച്ചും കൂടി മേളിലായിട്ട് ഒരു വേൾഡിൻ്റെ ഒരു സിമ്പിളുള്ള ഒരു ഇതുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മാർക്ക് ചെയ്യണത്. അതിൽ വേൾഡ് എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വേൾഡിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേൾഡ് എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വേൾഡ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയാണ് നമുക്ക് ഈ ഡൈനാമിക്കിൻ്റെ ഇത് വരേണ്ടത്. അപ്പോൾ നമ്മൾ മേളിൽ പോയിട്ട് ക്രിയേറ്റ് എന്നുള്ള സംഭവം പ്രസ് ചെയ്യുക. മേളിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ക്രിയേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി ക്ലിക്ക് കഴിഞ്ഞാൽ ഡൈനാമിക് വരും. ഡൈനാമിക് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലും. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കളർ സ്ലോട്ട് കിട്ടും ബാക്ക്ഗ്രൗണ്ടിൻ്റെ. അപ്പോൾ നമ്മൾ ബ്ലൂ ക്ലിക്ക് ചെയ്യുക. ബ്ലൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം അത് കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കിൽ ആ ഒരു കളറ് ഫോം ചെയ്ത് വരും. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ക്ലൗഡ്സിനെ മാറ്റാൻ പറ്റുന്നത്, സണ്ണിൻ്റെ കളറ് മാറ്റാൻ പറ്റുന്നത്. അതുകൂടാതെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇനിയിപ്പോൾ ഡാർക്ക് ആക്കണമെങ്കിൽ നൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കൈയുടെ ടോണിൽ നമ്മൾ കളറ് ഡാർക്കായി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നൈറ്റ് പോലൊരു ഫീൽ വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ശരി, ഇത് കുറച്ച് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആഡ് ഓൺ ആണത്. നമുക്ക് ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മളെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ഇത് ക്രിയേറ്റിവിറ്റി നടത്താൻ പറ്റില്ല. കാരണം അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെവിടെ നിൽക്കണത് എന്താണെന്നൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിലൂടെ നമുക്ക് യഥാർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ലൈനിൽ ഞാൻ ഒരു ബ്ലൂ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ലൈനിൽ ബ്ലൂ ആയിട്ട് വന്നത്. ഇപ്പോൾ ഏകദേശം ഇത് ഇപ്പോൾ ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വൃത്തിയായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി കുറേ പ്രാവശ്യം ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ പ്രൊജക്റ്റുകൾ മനസ്സിൽ എഴുതി കുറിക്കുക. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ. പിന്നെ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഇതിൻ്റെ പുറകെ തന്നെ മെനക്കെട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.